So, hey, hello guys, welcome back to my channel CJ Gaming. അടുത്ത ദിവസം തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ കളി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്നിപ്പോൾ വേറെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. ഒന്നെങ്കിൽ ഇന്നിടും അല്ലെങ്കിൽ നാളെ ഇടും. എഡിറ്റ് ചെയ്യണമല്ലോ നമ്മുടെ വീഡിയോ. മോസ്റ്റ്ലി എഡിറ്റ് ചെയ്യാൻ ഗൈസ് പുതിയ സാധനമാണല്ലോ. ടൊമാറ്റോ ആര്യൻ. ഇത് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലെവൽ 2-ലുള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ലെവൽ 3 അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു പിടുത്തമില്ല. ലെവൽ 3-യുടെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. യൂട്യൂബിൽ നമ്മളെ ഗെയിം തെറാപ്പിസ്റ്റൊക്കെ കളിക്കും. മലയാളത്തിൽ ഗെയിം തെറാപ്പിസ്റ്റും റൂൺജറിയും കളിക്കും. അണ്ണന്മാരെല്ലാവരും കളിക്കുന്നുണ്ട് നമ്മൾ കാണുന്നത്. നമുക്കും കിട്ടും കേസ് അവസരം അവരൊക്കെ കൂടെ കളിക്കും. നമ്മളിപ്പോൾ ഇവിടെ ന്യൂബായിട്ടിരുന്ന് കളിക്കും. കുറച്ച് കളയുമ്പോൾ അവരൊക്കെ കൂടെ ഇരുന്ന് കളിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആരും കാണത്തില്ല ഗൈസ്. അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് കണ്ടുപിടിച്ചതാണ്. ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നല്ല രസം. അവർ കളിക്കുന്നതാണ് നല്ല രസമാണ് ഗൈസ്. നിങ്ങൾ അവരുടെ ചാനലും കയറി സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ മാത്രം വളർന്നാൽ പോരല്ലോ, വളരുമ്പോൾ എല്ലാവരും വളരണ്ടേ. ഒറ്റയ്ക്ക് വളർന്നവരൊരു സുഖമില്ല. നിങ്ങൾ അവരെ ചാനലും കയറി സബ്സ്ക്രൈബ് ചെയ്യും. അവരൊക്കെ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ആണ്ട് ഇപ്പോൾ തുടങ്ങിയുള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. ഞാൻ ട്രൈ എടുത്ത് വയ്ക്കാൻ മറന്നു. ഗൈസ് നമുക്ക് 2 ചിക്കൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലത്തെ ചിക്കൻ എടുത്തൂക്ക. ഇനി ഇന്നത്തെ ചിക്കൻ വയ്ക്കാം. ഗൈസ് ഈ ലവാഷ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം പോകും. അത് വേറെ കാര്യം. ചിക്കൻ തൂക്കിക്കോ. ഗൈസ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഫ്യൂച്ചറിൽ കുറേ പേര് വേണ്ടി വരും ഇത് കളിക്കാൻ. നമ്മൾ കട വലുതാവും തോറും നമുക്ക് പണി കൂടും. നമ്മൾ ഓരോ ലെവൽ കൂടുന്തോറും ഓരോ സാധനങ്ങൾ അൺലോക്ക് ആവും. അതൊരു നല്ല കാര്യമാണ്, പക്ഷേ എന്നാലും ഒരു പ്രശ്നമാണ്. എല്ലാം ആണ്, അതാണ് പ്രശ്നം. ഇത് ലവാഷൊക്കെ ടേബിളാന്ന് ഗൈസ്. ഇന്നലത്തെ ആപ്പ് എടാ അതെനിക്കറിയില്ല ഏട്ടാ. ഗൈസ് നമുക്ക് ജെറിയണ്ണൻ്റെ ചാനൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഇവരങ്ങനെ ചെയ്യുന്നത്. ഇവർ ഇന്നലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കും, പക്ഷേ ഒന്നും കിട്ടാറില്ല. ഇങ്ങനെ റാപ്പ് പൊതിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നമുക്ക് 3 ഇവിടെ ചുമ്മാ അങ്ങ് എടുത്ത് വയ്ക്കാം ആദ്യം തന്നെ. അത് കൊള്ളാം ഗൈസ്. അത് നല്ല സാധനം. അത് നല്ല സംഭവം. അതെനിക്കിഷ്ടപ്പെട്ടു. 3 എടുത്ത് വെച്ചേക്കാം. 3 നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെയാണ്. അതൊന്നും കുഴപ്പമില്ല. ആൾക്കാർക്ക് ഫുഡ് പോയ്സൺ അടിക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ കേസല്ലേ. അവൻ 2000 രൂപ മേടിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനേക്കാളും ചിലവായിരിക്കും കേസ്. ഇത് ഏത് കൺട്രിയാണെന്നൊരു പിടുത്തമില്ല. പുറത്തിറങ്ങി നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും ഏത് കൺട്രിയാണെന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് അടച്ചു പൂട്ടിയിട്ടേക്കുക. നമ്മളെ കൊറോണ വന്നപ്പോൾ എങ്ങനെ ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നില്ല, അതേപോലെ ഒരു കടയുടെ അകത്ത് അടച്ചു പൂട്ടിയിട്ടേക്കും നമ്മൾ. അത് ഈ ഗെയിമിൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു. അതെല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിക്കാം കേട്ടോ.
എൻ്റെ ഈ എന്നെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ഉണ്ടല്ലോ, അവിടെയാണ് അത് അവിടെ ഈ സാധനം അവിടെ പ്ലേസ് ചെയ്യാറുണ്ടോ, അത് കാരണമാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ലാഗ് ആവുന്നതുകൊണ്ട് നമുക്ക് തക്കാളി അങ്ങ് അരിഞ്ഞങ്ങ് വയ്ക്കാം. നമുക്ക് എല്ലാം എളുപ്പപ്പണിയാക്കണം. നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും തുടങ്ങാം കമ്പാരിറ്റീവ്ലി. ഇതിവിടെ അങ്ങനെ വയ്ക്കാം. അല്ല, ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഇതെന്തായാലും യൂസ് ആവില്ല. പക്ഷെ നമ്മൾ ഇന്നലെ അരിഞ്ഞ വെച്ചാൽ ക്യാബേജ് ഇട്ടിരിക്കുന്നുണ്ട്. അല്ല, ക്യാബേജ് അല്ല, സോറി, ലെറ്റ്യൂസ് ഇട്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് തൂക്കിയെടുക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ 10th ഒക്കെ അതിൻ്റെ ബോർഡ് എക്സാം ആണല്ലോ, അതാണ് ഒരു പേടി. ഇച്ചിരി പാടാണ്. ഐ മീൻ 9th കമ്പാരിറ്റീവ്ലി 9th ഇച്ചിരി എളുപ്പമാണ്. പക്ഷെ എന്നാലും കണക്കാണ് ഗൈസ് പാട്. ഐ മീൻ കണക്ക് പാടാന്നല്ല, രണ്ടും ഒരേപോലെയൊക്കെ തന്നെ. എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കും. 10th നമ്മൾ ഭയങ്കര സീരിയസ് ആവണം. പക്ഷേ 10th കഴിയുമ്പോൾ പറയും 11th ആണ് ഭയങ്കര, 12th ആണ് ഭയങ്കര സീരിയസ് ആവേണ്ടത്. അത് 12th അകത്ത് റിസൾട്ടാണ് എല്ലായിടത്തും നോക്കുന്നത്, അങ്ങനെയൊക്കെ പറയും. എല്ലാം അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ വേണ്ടി പറയും. നമ്മളെപ്പോഴും ഒരു ആവറേജ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പിടിക്കുന്നതല്ലേ. അതാകുമ്പോൾ നമുക്കും നഷ്ടമില്ല, വേറെ ആർക്കും നഷ്ടമില്ല. നമ്മളെപ്പോഴും നഷ്ടക്കച്ചവടത്തിൽ ഒരിക്കലും നിൽക്കാറില്ല. നമ്മളിപ്പോൾ കളിക്കുമ്പോൾ പോലും നഷ്ടപ്പെട്ടത്. രാവിലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻ്റെ സൗണ്ടിനൊരു കരകരപ്പുണ്ടാവും. അതൊന്നും നിങ്ങൾ വിഷയമേ ആക്കണ്ട. ഓ ഗായ്സ്, ഞാൻ വേറെ പൊട്ടത്തരം ചെയ്ത് ഞാൻ ഇത് എപ്പോഴും മറന്നോണം. ആര് എൻ്റെ പൊന്നോ, ഈ ചിക്കൻ കത്തിക്കാൻ മറന്നു തോന്നി. ഇത് എപ്പോഴും മറന്നു തോന്നി ഞാൻ പണ്ടാരെ. ഈ ട്രേ എടുത്ത് ഇവിടെ വയ്ക്കാം. ഒരു ട്രേ അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്, അവിടെ ഉണ്ട്. അടുത്ത ട്രേ ഇത് ഇപ്പുറത്തെ ട്രേ അല്ലേ? അതവിടെ ഇരിക്കും. പിന്നെ നീ ഇവിടെ ഗൈസ്. മറ്റേ കളിയിൽ ഇവിടെ ഉണ്ടെന്നൊരു സിങ്ക്, എൻ്റെ ഒരു ഓർമ്മ വെച്ച് അങ്ങനെയാണ് ഞാൻ കണ്ടത് വെച്ച്. ഗൈസ്, ഈ ചിക്കനായി നമുക്കിത് വെട്ടിയിടാം. ഞങ്ങൾ ആദ്യമായിട്ട് ഈ മെഷീനും ഉപയോഗിച്ചിരിക്കുന്നു. പറക്കിക്കോ ഇട്ടോ, പറക്കിക്കോ ഇട്ടോ, പറക്കിക്കോ ഇട്ടോ. ഇനി അത് പറക്കിടാം. ഗൈസ്, എന്തായാലും നമ്മൾ ചിക്കൻ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചിക്കൻ നേരത്തെ ഇട്ട് വയ്ക്കുന്നത്. കാരണം ഷവർമ എന്ന് പറയുമ്പോൾ ചിക്കൻ ഇടണമല്ലോ. ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ ടോപ്പിങ്സ്. ഇപ്പോൾ ഗൈസ് എന്താ കുക്കാവാത്തെ, കുക്ക് വയ്ക്കാം. ചിക്കൻ നിന്ന് കരിയട്ടെ. ഐ മീൻ കരയട്ടെ എന്നല്ല, കരിയട്ടെ. നമ്മളെ നാക്ക് പൊടിയുന്നത് നമ്മളെ പ്രശ്നമാണോ? ഇല്ല, ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളിങ്ങനെ കളിക്കും, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട ഗൈസ്. ഐ മീൻ നമ്മുടെ വീഡിയോയിലത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളതെല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, എൻ്റെ അനിയന് ഒരു ചാനലുണ്ട്, അതിൻ്റെ അകത്തും ഞാൻ ചിലപ്പോൾ വന്ന് പോവാറുണ്ട്. നിങ്ങളതും കയറി സബ്സ്ക്രൈബ് ചെയ്തോ. OP ഗെയിമിംഗ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അതും കയറി തട്ടിക്കോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്നെ കാണാം, അവനെ കാണാം, നമ്മുടെ കൊളാബറേറ്റേഴ്സിനെ കാണാം. CJ ഗെയിമിംഗ്, CJ ടോക്സ് എല്ലാവരും ഉണ്ടാവും. ഐ മീൻ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ ഒരു
യൂട്യൂബേഴ്സ് ഗ്യാങ് ഉണ്ട്. ഗ്യാങ് അല്ല, ഐ മീൻ യൂട്യൂബേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. അവരെല്ലാം ആയിട്ട് നമ്മൾ കളിക്കുന്നതായിരിക്കും ഗെയിംസ്. നമുക്ക് നോക്കാം സമയം കിട്ടുന്നതനുസരിച്ച്. നമ്മൾ ഒത്തിരി ടൈം അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഇച്ചിരി വിഷയമാണ് ഗൈസ്. ആക്ച്വലി ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്തോ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് ട്യൂഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് ട്യൂഷനില്ല എന്ന് ആൻറ്റി വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓയ്യോ ഗൈസ്, ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ ഏതാ എടുത്തേ? ഇങ്ങനെ ഇടാല്ലേ. ഐ മീൻ നേരത്തെ അരിഞ്ഞ ഏതാണെന്ന് മറന്നു പോയി. ഓർമ്മത്തെ നമുക്ക് ഇത് ഓർഡർ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അന്ന് ഇങ്ങനെ എടുത്ത് ഈ ഒരു ട്രൈ കാലിയാക്കാമല്ലോ. ഓക്കെ, ഇനി നമുക്കിതെടുത്ത് നേരെ ഇതിൻ്റെ മേലെ തട്ടാം. ഇനി തക്കാളി എല്ലാം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഓൾറെഡി കൊണ്ടുവയ്ക്കാം, നേരത്തെ കൊണ്ടുവയ്ക്കാം. ലവാഷ് മാത്രം ഇവിടെ ഇരിക്കട്ടെ. ലവാഷ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം. പൈസ ഇവിടെ വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ലവാഷെല്ലാം നിരത്തിയിട്ടുണ്ട്. നല്ല ഉണക്കാട്ടാണ് പോലെ, മീൻ ഉണക്കാട്ടാണ് പോലെ ഇട്ടുണ്ട്. ഗൈസ് എല്ലാം സെറ്റ് ചെയ്തു. ഗൈസ് ഒരു മിനിറ്റ്, ഇതോടെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് പോവാം. എന്തെങ്കിലും അടുത്ത കത്തിക്കാനിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കട തുറക്കാം. ഇതിപ്പോൾ കുറേ നേരമായി. ട്രേ നമുക്കുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഗൈസ്. ഇതാരെവിടെ കൊണ്ടുവച്ചേ? ഞാൻ തന്നെ എപ്പോഴോ കൊണ്ടുവച്ച. ഞാൻ തന്നെ ചോദിക്കുന്നു, ഞാൻ ഇതാരാ കൊണ്ടുവച്ചത്? എന്ത് ചെയ്യാനാണ് നമുക്ക്? ഗൈസ്, ആദ്യത്തെ കസ്റ്റമർ ആദ്യം തന്നെ ലേറ്റ് ആക്കില്ലേ. ഗൈസ്, നമ്മളപ്പോൾ ആദ്യത്തെ ചെക്കൻ തീർന്നു. തട്ടിക്ക ബോയ്, ഇനി ഇവിടെ ഇരി. ഗൈസ്, ഇത് കഴിയുമ്പോൾ ഞാനൊരു എന്ന് പറഞ്ഞ് എൻ്റേതായ വേറൊരു ചാനലോടെ തുടങ്ങും. അതിൻ്റെ അത് വേറെ ടൈപ്പ് കണ്ടൻ്റ് ആയിരിക്കും. എല്ലാം നമ്മൾ സെയിം ഇടാൻ പറ്റില്ലല്ലോ. ഓക്കെ, ആദ്യത്തെ ഓർഡർ ടേബിൾ നമ്പർ 2. ഇത് നമുക്ക് അൺറാപ്പ് ചെയ്തിട്ട് വയ്ക്കാം അല്ലേ. ഇതിൻ്റെ ചിക്കൻ എവിടെ പോയി? അയ്യേ, ചിക്കൻ കൊണ്ടുപോയി. ശേ, പന്ന സാധനം. എടാ, ആ പന്ന പറയുമ്പോൾ ഈ ചിക്കൻ തിന്നു. ഇപ്പം നമ്മൾ ചിക്കൻ വേറെ ഇടേണ്ടി വരും. അയ്യോ, ഡേയ്, അതെന്നെ പരിപാടിയത്. തക്കാളിയും ക്യാബേജും ഇട്ട്, അല്ല തക്കാളിയും ലെറ്റ്യൂസ് ഇട്ട് ഒരെണ്ണം, അല്ല 2 എണ്ണം. പിന്നെ ഒരെണ്ണം നോർമൽ സാധാ തക്കാളി ലെറ്റ്യൂസ് ഇടാത്ത, അത് നമുക്ക് ആദ്യമേ കൊണ്ടു കൊടുക്കാം. എല്ലാത്തിലും ഇതുണ്ടെന്ന് തോന്നുന്നു.
മറ്റേ ലവാഷോ അല്ല ലബാനോ എന്താ സാധനം എന്ത് സാധനം മറന്നു ഗൈസ്. ആര്യനുണ്ട്. എല്ലാത്തിലും ഓരോ ആര്യം വയ്ക്കുക. ഇതങ്ങനെ എനിക്കിത് നേരത്തെ അറിയായിരുന്നു, പക്ഷെ നമ്മൾ നേരത്തെ വെച്ചില്ല. നേരത്തെ വെക്കാൻ മറന്നു. വി ആർ ലേറ്റ് അഗെയിൻ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരും നമ്മൾ ലേറ്റ് ആവുന്നത് ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ പറയണത് മൾട്ടിപ്ലെയർ ഇല്ലാണ്ട് പറ്റില്ല എന്ന്. ക്യാബേജ് 2 ടേബിൾ നമ്പർ 2 ഒരു ക്യാബേജ് വരില്ലേ, ക്യാബേജും തക്കാളി ഇട്ടത്. ടേബിൾ നമ്പർ 6 ക്യാബേജും തക്കാളി ഇട്ടത്. അല്ല ഇതെവിടെ ഇരുന്ന ഇത് ക്യാബേജും തക്കാളി ഇല്ല. ഓ നോ ഗൈസ്. ടേബിൾ നമ്പർ 4 നോയോ. അയ്യോ സാധനം മാറിപ്പോയാ. ടേബിൾ നമ്പർ 6 ചേട്ടാ സോറി അണ്ണ പോലെ പോയി അണ്ണ. ശേ അപ്പം ഇതെന്നത്. ഓ ഗൈസ് ഇത് സാധാ ലവാഷായിരുന്നു. അത് സാറില്ല പോട്ടെ. ഒരാളുടെ ഗൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തക്കാളി ഇട്ട ഒരു സാധനം. ഒരു അത് ടേബിൾ നമ്പർ 1. ഓക്കെ ടേബിൾ നമ്പർ 1 പോട്ടെ. ഇവിടെ എന്താ നടക്കുന്നത്? ഇന്ന് എൻ്റെ ഓർഡറൊക്കെ ഫെയിലാവുന്നേ. ഇനി എന്തെങ്കിലും തരണുള്ളേ? ലെറ്റേഴ്സ് ഇട്ടിട്ട് ഇതാർക്ക് കൊടുക്കാനുള്ളത്? ടേബിൾ നമ്പർ 7 ഗൈസ്. നമ്മളെല്ലാം മൂഞ്ചിയിരിക്കുക. ഓക്കെ ചേട്ടാ സന്തോഷമായി, ചേട്ടനെങ്കിലും സന്തോഷമായല്ലോ. ഓ ഗൈസ് രാവിലെ തന്നെ മൊത്തം പ്രശ്നം. മിനി ചേച്ചിയുടെ ഓർഡർ എടുക്കാം. അങ്ങനെ ഓർഡർ കൊടുക്കട്ടെ. നമ്മളെല്ലാം സെറ്റ് വെച്ചിട്ട് വരെ നമ്മൾ ലേറ്റ് ആവുള്ളൂ. തക്കാളി ആ ചേട്ടൻ ലവാഷാണോ? എല്ലാവർക്കും ലവാഷ് അല്ലേ? എല്ലാവർക്കും ആരും ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. ചക്ക ആര്യൻ അമ്മി. ടേബിൾ നമ്പർ 8. ഓ ഗൈസ് കണ്ടുപിടിക്കല്ല. ഞാൻ മിക്കവാറും കണ്ണടയിൽ വിടേണ്ട വരും. ഇതാർക്കായിരുന്നു? ടേബിൾ നമ്പർ 9 അങ്ങേറ്റം. ഓ ചേച്ചിക്ക് എന്തൊരു പവർ. ഫുഡ് കിട്ടിയപ്പോൾ യോസ് പൊളിക്കും ഇവിടെയല്ലോ അവിടെ. ഓക്കെ ഗൈസ് അടുത്ത സെറ്റ് ഷവർമ. അമ്മേ അത് റാപ്പയില്ല. നമ്മൾ ലെറ്റ്യൂസ് ഇടണം. ലെറ്റ്യൂസ് അല്ലേ എന്താ ക്യാബേജ്? ക്യാബേജ് എന്താ ഇടണം? ഇത് ലെറ്റ്യൂസ് ഇട്ടത് നോർമൽ. ആര്യന് വേണ്ട നിനക്കൊക്കെ? 2 ആര്യം വേണം. ടേബിൾ നമ്പർ 5 നോർമൽ. 5 എവിടെയാണോ? 5 നീ വെയിറ്റ് കേട്ടോ. 3 നീ വെയിറ്റ് കേട്ടോ. ഓക്കെ അടുത്ത ചേച്ചിയുടെ ഓർഡർ. ചേച്ചിക്ക ഓർഡർ. നമ്മൾ ട്രേ ഒന്നും എടുത്തില്ല കേട്ടോ. ട്രേ എല്ലാം അവിടെ തന്നെ ഇരിക്കുക. ആര്യൻ വേണ്ടേ? ആര്യൻ വേണം. ഇവർക്കൊന്നും ആര്യൻ ഇല്ലാണ്ടൊരു കളിയില്ല കേട്ടോ. പൈസ അല്ല കേട്ടോ വരണം. അതിപ്പോൾ ഒന്നല്ലേ? ടേബിൾ നമ്പർ 4. ടേബിൾ 4 എല്ലാ സാധനം ഇട്ടായിരുന്നു കേട്ടോ. ഗൈസ് എൻ്റെ കുറേ ചിക്കൻ വേസ്റ്റ് ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം. രാവിലെ ഞാൻ ഇച്ചിരി ഓവർ സ്മാർട്ടായതാ. ആ പൂച്ചയ്ക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള വിചാരിച്ചത്. ഇന്ന് അതൊന്നും നടക്കില്ല. എൻ്റെ കട അടച്ചിട്ടില്ല ഭാഗ്യത്തിന്. ആൾക്കാർ ഇനി വരും നോക്കാം.
ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് വരുമ്പോൾ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇനി ഒരു ടേബിളോടെ ഫ്രീ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ആര്യൻ വേണം കേട്ടോ. നമുക്ക് ആദ്യമേ ആര്യൻ എടുത്ത് വയ്ക്കാം. കണ്ട ഈ ചേച്ചി ആര്യൻ കുടിച്ചു. ഇതുണ്ട്, ഇത് എളുപ്പമായി. മറ്റേതെന്ന് പറഞ്ഞാൽ ഗാർബേജ് ബിൻ അപ്പുറത്തായിരുന്നേ, ട്രാഷ് ബിൻ. അപ്പോൾ അത് പാടായിരുന്നു നേരത്തെ. ഇത് എല്ലാവരും ഒരുമിച്ചെടുത്തുണ്ടോ പറ്റുക? പറ്റില്ലേ? ഞാൻ ഇച്ചിരി ഓവർ തിങ്ക് ചെയ്ത് പോയി. അണ്ണൻ്റെ ഓർഡർ എടുത്തിട്ട് ബാക്കി. ഓക്കെ, അണ്ണൻ തന്നെ വേണ്ടേ തക്കാളി ഇട്ടൊരു. ഇതെങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ചെയ്താലോ? ഓക്കെ, അണ്ണൻ്റെ ഓർഡർ റെഡി. ഓ ചേട്ടൻ ആരും വേണ്ടേ? ഓ അത്ഭുതം, ആദ്യമായിട്ട് ഒരാൾ ആരും ഇല്ലാണ്ടൊക്കെ കഴിക്കുന്നു. ആര്യം വന്നേ പിന്നെ. ഓക്കെ ഗൈസ്, കട അടച്ച്. നമ്മുടെ ചിക്കൻ വേസ്റ്റായി. ബാക്കി ഞാൻ ഇച്ചോടെ ചിക്കൻ ഉണ്ടാക്കാത്ത ഉണ്ടാക്കിയതിന് മൊത്തം വേസ്റ്റ് ആയിക്കൊണ്ടായിരുന്നു. എൻ്റെ കുറേ ഓർഡർ ഫെയിൽ ആയതുകൊണ്ട് നമ്മുടെ ചിക്കൻ വേസ്റ്റ് ആയി. കഴിഞ്ഞ ദിവസം കുറേ ഓർഡർ ഫെയിലായി ഗൈസ്. ഇത് ഒത്തിരി ലോങ് ആയി. ഞാൻ ഒരു 2 പാട്ടായിട്ട് എടുത്തുള്ളേ. നമ്മൾ പൈസ എല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മളങ്ങ് നിർത്തുക. പിന്നെ നമ്മൾ സാധനം സേവ് ചെയ്തിട്ട് നമ്മൾ പോകും, അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, എല്ലാം എല്ലാം സെറ്റായെന്ന് എനിക്ക് തോന്നുന്നു. ആ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഒന്നുകൂടെ. എൻ്റെ പൊന്ന് ഗൈസ്, 6 പ്രാവശ്യത്തെ ഇതാ വളർന്നു. 6 പ്രാവശ്യം ഞാൻ ചിക്കൻ വെട്ടിയിട്ട് വളർന്നു. പാവം പൂച്ചങ്ങനെ കഴിക്കട്ടെ. എന്താ എഴുതി കാണിക്കണേ? എന്നാൽ പിന്നെ അതിൻ്റെ തിരിക്കട്ടെ നോക്കാം. ഉറുമ്പ് തിന്ന ഞാൻ ഉറുമ്പിനെ തട്ടും. കള്ള ഉറുമ്പ്. അയ്യോ ഗൈസ്, ഇതൊരു വിഷയമായെന്ന് എനിക്കാണ്. ഞാൻ എല്ലാ ലവാഷം കൂടെ നേരത്തെ വെച്ച് പണി പാടി. ഓ നോ ഗൈസ്, പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ചുമ്മാ പൊട്ടത്തരം. ഇനി ലവാഷെല്ലാം എങ്ങനെ എടുത്തു വെക്കണം? നമുക്ക് സദ്യ ഒരുക്കും അവിടെ. അതുകൊണ്ട് ലവാഷ അറബികൾ വാഴയിലേക്ക് വരെ ലവാഷ ഇടുന്നത് അവിടെ. അവർ കുബൂസാണ് സദ്യക്ക് ഇടുന്നത്. നമ്മൾ വാഴയില ഇടും സദ്യക്ക്, ചോറൊക്കെ ഇടാൻ. പക്ഷെ ഇവർ നേരെ തിരിച്ചാ. ഇവർ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് ലവാഷ ഇടുന്നത്. നമ്മൾ സദ്യ ഒരുക്കും അവിടെ. കണ്ടാഴ്ച എല്ലാം നിരത്തി പിടിച്ചിട്ടാണ്. അറബികളെല്ലാവരും നല്ല കിടില. അവന്മാർ ചിക്കൻ കഴിക്കും, നമ്മൾ നാടൻ ഊണ് കഴിക്കും. ഐ മീൻ ചിക്കൻ മാത്രമല്ല എല്ലാം കഴിക്കും. ഇത് അകത്ത് വെച്ചാൽ പോലെ ഇതൊക്കെ വെട്ടിയിരുന്നിട്ടാണല്ലേ. ഈ വേസ്റ്റൊക്കെയാണ്, കുറേ ഉണ്ട് വേസ്റ്റ്. ഇവിടെ വേറെ ബിന്നില്ല, ഒരു ബിന്നേ ഉള്ളോ? ആ ഇവിടെ ഉണ്ട് ബിന്ന് നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. നമുക്കെപ്പോഴും നമ്മുടെ കംഫോർട്ടാണ്.
അടുത്ത് നമുക്ക് ഈ ആര്യൻ അത് എനിക്കോടെ ഇതിൻ്റെ അകത്ത് വെക്കണ്ടായിരുന്നു. അത് വെക്കാനാണ് ഈ ട്രേ. അത് വെക്കാൻ ഉറക്കമായിരുന്നു. ഐ മീൻ സോറി ഗൈസ്, നമ്മൾ അറിയാതെ വായിക്കോട്ടെ കിട്ടും. ഇത് ആര്യൻ എവിടെ വയ്ക്കും? ഓക്കെ ആര്യൻ ഞാൻ ഫ്രീസർ റൂമിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നീ ഇതാ ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. ട്രേ ഒക്കെ തിരിച്ച് വയ്ക്കാം. ഇതിൻ്റെ അകത്തുള്ളൊരു ട്രേ, അതാണ് ഫ്രീസർ റൂമിൻ്റെ അകത്ത് വെച്ച ചിക്കൻ വെച്ചാണ്. വെറുതെ വെച്ചേക്കണെയാണ്, എന്നാലും അവിടെ ഇരിക്കട്ടെ. ഒരു തക്കാളി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു തക്കാളി ഇവിടെ ഇരിക്കുന്നുണ്ട്, തക്കാളിയും ലെറ്റ്യൂസും. ഓ ഗൈസ് ഇവിടെ ഫ്രയറൊക്കെ ഉണ്ട് കേട്ടാ, ഫ്രൈ സ്റ്റേഷൻ. എൻ്റെ പൊന്നോ ഗൈസ്, നമുക്ക് കുറേ സാധനങ്ങൾ അൺലോക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടാ, നമ്മളിത് വീണ്ടും വീണ്ടും കളിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. കട അടച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെറ്റ്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലല്ലോ. എനിത്തിങ് നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ജോലിയും ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ 10 ഓർഡർ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ ഗൈസ് പോയി. ഓക്കെ, അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും പീസ് ഔട്ട്.